ഒന്ന് ദുഃഖിച്ച് കിടക്കണണ്ട എൻ്റെ ചെരുപ്പും കൊണ്ടുവച്ചും കൊണ്ട്. ഇനി അവൾ ഒറ്റപ്പെട്ടു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, പപ്പീസിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഒരാളിനെ കണ്ടില്ല. ചില ആൾക്കാരൊക്കെ വന്ന് കുത്തിയിരിപ്പുണ്ട്. കാണാതെ പോയാൽ ഒരാൾ ഇവിടെ ഉണ്ട്. ഇനി മറ്റേ ആളിനെ തേടി ഞാൻ പോവുകയാണേ. എവിടെയാണെന്ന് അറിഞ്ഞുകൂടെ. ഒരു റൗണ്ട് നടന്നു വന്ന് നോക്കാം എവിടെയാണെന്ന്. കുറച്ച് നേരത്തെ ഒരു കരച്ചിൽ കേട്ടെ. കുറച്ച് ദൂരോട്ടൊക്കെ ഈ കാറിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവളും മറ്റവളും കൂടെ ഒളിച്ച് കിടക്കണം. പക്ഷെ അവളെ ഇപ്പം കാണാനില്ല. വേറെ പട്ടികളും എല്ലാം കടിച്ചപ്പോഴത്തേക്ക് ദൂരോട്ട് ഓടിപ്പോയതാണോ ഒന്നും അറിയില്ല. ഒരാൾ മാത്രമേ ഇതാ ഒന്ന് വാലാട്ടിക്കൊണ്ട് കുടഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെയാണ് അവളെ അന്വേഷിച്ച് പോണത്. വാ. കാണാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പിൻ്റെ ഞാൻ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മണം കിട്ടുമ്പോഴത്തേക്ക് വരും. ഒറ്റ ഓടി വരും. പക്ഷേ ഇപ്പോൾ കാണാനില്ല. ഈ സൈഡ് വഴിക്ക് എവിടെയെങ്കിലും പോയി നോക്കാം. ഞാനും ഈ കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് തിരക്കി നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അവളെ തന്നെ അങ്ങനെ വാലുമാട്ടി നിൽപ്പുണ്ട്. മറ്റവളും എങ്ങും കാണാൻ കിട്ടുന്നില്ല. കുറച്ച് നേരത്തെ കരച്ചിൽ കേൾക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ ഇപ്പോൾ എവിടെ നടന്നു പോകണില്ല. ഇവിടെയെല്ലാം ആണ് ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങും ഇപ്പം ഇല്ല. ഒരാൾ മാത്രം ഇങ്ങനെ ഒറ്റ കിടക്കണം. മാത്രമായിട്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് വീടിനകത്തൊക്കെ കയറി വരും. ബാ അവളെവിടെ കേട്ടാ. മറ്റതിനെ കാണാത്തതുണ്ട്. ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഭയങ്കര പേടിയായിരിക്കും ഒറ്റയ്ക്കാകുമ്പോഴേ. പിന്നെ അങ്ങ് മേലേക്ക് കയറി വന്ന് പേടിച്ച് വരണ്ട. അവിടെ ഇരുന്ന് അപ്പിയിടാനൊക്കെ സാധ്യതയുണ്ട്. ഒരാളിനെ കാണാനില്ല. ഇതിൻ്റെ കൂടെ ഉള്ളത് കുറച്ച് നേരത്തെ കരച്ചിൽ കേട്ടെ. ഞാൻ എല്ലായിടവും പോയി തിരക്കി. ഒരിടവും പപ്പിയെ കണ്ടു കിട്ടിയില്ല. അപ്പോഴാണ് വേറെ ഒരു പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇവൻ്റെ കൂടെ ഉള്ളതിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ പറഞ്ഞ് നായപിടുത്തക്കാർ വന്ന് അതിനെ തൂക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവളിനി ഒറ്റപ്പെട്ടതിൻ്റെ ലക്ഷണം അവൾ ഉടനെ തന്നെ കാണിച്ചു കേട്ടോ. നേരത്തെ ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകെ മേളിലോട്ട് കയറി വന്നു. പിന്നെ അടുത്ത് ഞാൻ അവൾക്ക് ഭക്ഷണം എടുത്ത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചെരുപ്പിനെ കാണാനില്ല. അവിടെ കയറി വന്ന് ഒരു ചെരുപ്പ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ താഴെ കൊണ്ടുവച്ചും കൊണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാ നടന്നു പോകണണ്ട. ഇനി ഇവൾക്ക് ഭയങ്കര പേടിയാണ്. വേറെ പട്ടികളൊക്കെ വരുമ്പോൾ കടിക്കും എന്ന് പറഞ്ഞ് പേടി. ഇവൾ മുകളിൽ കയറി വരും. രണ്ടുപേരുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആരെയും ശല്യത്തിനൊന്നും വരില്ല. താഴെ തന്നെ അങ്ങ് കിടന്നുള്ളമായിരുന്നു. ഇതിപ്പോൾ ഇനി മുകളിൽ കയറി വന്ന് നേരത്തെ പോലെ അപ്പിയിടുന്നു, ചെരുപ്പെടുക്കണം, അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവന്മാരെന്ന് പറഞ്ഞാൽ ദുഷ്ടത്തരമാണ് കാണിക്കുന്നത്. കുഞ്ഞിനെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവന്മാർക്ക് എവിടെ വന്ധ്യംകരിക്കാനെന്ന് അറിയില്ല. ഓരോ നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയി ഞാൻ അന്ന് പറഞ്ഞതുപോലെ വല്ല മ്യൂസിയത്തിലെ മറ്റേ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടിടാനോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു ഡോഗ്സിനെയും വന്ധ്യംകരിച്ച് തിരിച്ചിവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ ഒന്നും കാണാനില്ല. ഇവിടെ അങ്ങനെ ഗവൺമെൻറ്റിന് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ അങ്ങനെ ഷെൽട്ടറും കാര്യങ്ങളും ഉള്ളതായിട്ടൊന്നും അറിവില്ല. അല്ലാതെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഇടുന്ന അവർക്കൊക്കെ
ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഗവൺമെൻറ്റിനായിട്ട് ഷെൽട്ടറൊന്നുമില്ല. ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഡോഗ്സിനെ ഇതുവരെയും പുറം ലോകം കണ്ടിട്ടില്ല. എവിടെയും കൊണ്ടുവന്ന് ഇങ്ങനെ വേസ്റ്റിൽ കൊണ്ട് എറിയണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഏകദേശം നമ്മളിവിടെ കാണുന്ന ഡോഗ്സൊക്കെ ഉണ്ട്. ഒന്നിനെയും നമ്മൾ പോണ വഴിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങും കാണാനുമില്ല. അല്ലെങ്കിൽ വന്ധ്യീകരിച്ച് അതിനെ തിരിച്ച് അതിൻ്റെ ഏരിയയിൽ കൊണ്ടുവിടണമെന്നുണ്ടല്ലോ, അങ്ങനെയും ഇല്ല. അങ്ങനെ രാവിലെ ഒരു ദുഷ്ടത്തരം കണി കാണേണ്ടി വന്നു. ഞാൻ കിടക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് പട്ടികൾ കടി കൂടണമായിരിക്കുമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ വെളി ഇറങ്ങി നോക്കിയില്ല. ഇപ്പോഴാണ് അറിയണേ അതിനെ അവന്മാർ വലയിലാക്കി കൊണ്ടുപോയി. ഇനി എല്ലാം കൊണ്ട് എനിക്ക് തന്നെ കഷ്ടത. അങ്ങ് മേലെ കയറി വരും പട്ടികൾ കടിക്കാൻ ഓടിക്കുമ്പോഴേ. പേടിച്ച് എന്ത് പറയാൻ, ഓരോരുത്തന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരമെന്നേ പറയാൻ പറ്റൂ. വലിയ പിന്നെ ആൾക്കാരൊക്കെ അങ്ങനെ കടിക്കൊന്നുമില്ല, ഇവിടെ കടിക്കൊന്നുമില്ല. ചുമ്മാ എവിടെയും കിടന്നുറങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. ആരെ ഉപദ്രവിക്കാനൊന്നും നടക്കുന്നില്ല. എവളൊക്കെ ആണെങ്കിൽ പട്ടി പിടിക്കാൻ വരുമ്പോഴത്തേക്ക് എവള് പിന്നെ ഈ ഏലത്തൊന്നും കാണൂല. ഭയങ്കര സ്പീഡിൽ ഓടിക്കളയും. അപ്പോൾ വിഷമമുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് അതിൻ്റെ അമ്മ ഡോഗി കേട്ടോ. അല്ലെങ്കിൽ ഈ ഡോഗ്സിനൊക്കെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരു സ്പെഷ്യൽ സൗണ്ടിൽ ഇങ്ങനെ സൗണ്ട് വയ്ക്കും കേട്ടോ. അതൊന്നും ഞാൻ കേട്ടില്ല. ആ കുഞ്ഞ് കരയണ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാകുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് മൂടി കെട്ടിയത് പോലായിപ്പോകും കേട്ടോ. ഞാൻ അവിടെ അങ്ങ് ഞാൻ കിടന്നു, എഴുച്ചില്ല. എനിക്ക് രാവിലെ എഴുച്ച് കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം വരും. അപ്പോൾ കുറച്ച് നേരം ഒരു കിടക്കണ പരിപാടിയുണ്ട് കേട്ടോ. ആ കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്ക് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്.